ചാലയിൽ പ്രകൃതിരമണീയമായ സാധു പാർക്കിൽ മനോഹരമായി നവീകരിച്ച സാധു ഗ്രാൻഡ് മണ്ഡപം പ്രവർത്തനം ആരംഭിച്ചു. മൈസൂർ ടിബറ്റൻ സെറ്റിൽമെന്റ് രത്നലിംഗപ്പ ബുദ്ധിസ്റ്റ് ഫൗണ്ടേഷന്റെ സ്ഥാപകാചാര്യൻ തുൽക്കു ലോബ്സാങ് റിംപോച്ചെ ഉദ്ഘാടനം ചെയ്തു. ചാലയിലെ സാധു പാർക്കിലാണ് പുതുതലമുറയുടെ അഭിരുചിക്കനുസരിച്ച് നവീകരിച്ച സാധു ഗ്രാൻഡ് മണ്ഡപം പ്രവർത്തനം ആരംഭിച്ചത്. വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷൻ എന്ന ആശയത്തിൽ മനോഹരമായി സജ്ജീകരിച്ച മണ്ഡപത്തിൽ ഒരേ സമയം 2 വിവാഹങ്ങൾ നടത്താനുള്ള സൗകര്യമുണ്ട്. വിവാഹത്തിന് മുൻപും ശേഷവും ഫോട്ടോ സെഷനുകൾക്കായുള്ള പ്രത്യേക സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മൈസൂർ ടിബറ്റൻ സെറ്റിൽമെന്റ് രത്നലിംഗപ്പ ബുദ്ധിസ്റ്റ് ഫൗണ്ടേഷന്റെ സ്ഥാപക ആചാര്യൻ തുൽക്കു ലോബ്സാങ് റിംപോച്ചെ മണ്ഡപത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. Today we gather not only to open the doors of buildings, but to welcome a new landmark for our community, a place where countless memories will be created, where laughter will be echoed, where traditions will be honored, and where new chapters of life will begin. MLA ടി.ഒ. മോഹനൻ അധ്യക്ഷത വഹിച്ചു. സാധു ഗ്രാൻഡ് മണ്ഡപം വധൂവരന്മാർക്ക് വേറിട്ടതും പുതിയതുമായ അനുഭവം സമ്മാനിക്കുമെന്ന് സാധു പാർക്ക് MD പി വിനോദ് പറഞ്ഞു. കണ്ണൂരിൽ ഒരു ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് ആണല്ലോ ഇപ്പം ചെറിയ ചെറുപ്പക്കാർക്കെല്ലാം സാധാരണയുള്ളൊരു മണ്ഡപത്തിൻ്റെ ഒരു വ്യത്യസ്തമായിട്ട് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ചെറുപ്പക്കാർ ചെറിയ കുട്ടികളായാലും ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഒരു ഒരു വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷൻ അപ്പോൾ അമ്യൂസ്മെൻറ്റ് പാർക്ക് ഉണ്ടാകുമ്പോൾ അതിനുള്ളൊരു സൗകര്യം കൂടി ഉണ്ടല്ലോ. അപ്പം അവർ ഈ കുട്ടികൾക്ക് വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ കല്യാണത്തിന് മുമ്പെയോ അതിന് ശേഷമോ ഇതിൻ്റെ ചുറ്റുപാട് ഈ പ്രകൃതി ഭംഗിയുള്ള പല കാഴ്ചകളും ഇതിൻ്റെ ഉള്ളിൽ പാർക്കിനുള്ളിൽ അമ്യൂസ്മെൻറ്റ് പാർക്കിനുള്ളിൽ. അപ്പോൾ അങ്ങനെ ഒരു പ്രകൃതിയോട് ചേർന്ന ഒരു സ്ഥലം നമ്മൾ ആദ്യം അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ സ്ഥലത്ത് തന്നെ കണ്ടുപിടിച്ചതാണ്. അപ്പോൾ അതിനിപ്പോൾ ഇവിടെ ഒരു ഹാളും കൂടി വന്നുകൊണ്ട് ഇവിടെ ഒരു ഗ്രാൻഡ് മണ്ഡപം കൂടി വന്നുകൊണ്ട് അതിന് കുറച്ചും കൂടി ആക്കം കൂട്ടും. കൗൺസിലർ പ്രിയ പ്രദീപ്, നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് സച്ചിൻ സൂര്യകാന്ത്, കണ്ണൂർ ജില്ലാ ഓഡിറ്റോറിയം ഓണേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി സി രാമകൃഷ്ണൻ, സാധു ഗ്രാൻഡ് മണ്ഡപം മാനേജർ പ്രിയേഷ് ബാബു എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ സാധു ഗ്രാൻഡ് മണ്ഡപത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അഹോരാത്രം പ്രയത്നിച്ച വ്യക്തികളെ മൊമെന്റോ നൽകി ആദരിച്ചു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.